അത് നീ കളക്ടടാ കാറ്. എടാ ഏതാ ഒരു കാറേ ചാറ്റേ, ഏതാ ഒരു കാറ് കിട്ടിയേ? ഡെയിലി മിഷനിൽ ഡെയിലി ഇത് കിട്ടിയാണേ. എനിക്ക് അറിഞ്ഞൂടെ ഏതാണ്, നോക്കാമേ. കളക്ട് ചെയ്യട്ടെ, കാറ് കളക്ട് ചെയ്യട്ടെ. എടാ 1,20,000 രൂപയ്ക്ക് എനിക്ക് അപ്പോൾ നല്ല കാറാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കരുത്, വരട്ടെ. കാറ് പ്ലേസ്ഡ് MD സ്ലോട്ട്. ചാറ്റെ പുതുതായിട്ടൊരു കാറ് ഫ്രീ കിട്ടിയിട്ടുണ്ട്. എന്താ എനിക്ക് അറിഞ്ഞൂടെ, എന്താണെന്ന് പോയി നോക്കാം ചേട്ടാ, കാര്യം പറയാല്ലേ. ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഗ്രാഫിക്സ് അവരാതി ഉണ്ടച്ചിമൻ. ഓക്കെ എടാ കാറ് കണ്ടിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഡൈനോ റണ്ണ് എടാ കുണ്ണ 750 ബൂസ്റ്റ്. എനിക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ആയിരുന്നോട്ട്. എടാ ഓൾറെഡി ഇതിൻ്റെ അടുത്ത് ടർബോ ഉണ്ട് കേട്ടാ, അവന്മാരനെ വെച്ചിട്ടുണ്ടേ. പിന്നെ എൻജിൻ ഇതാണേ. അവന്മാർ നോക്കട്ടെ, ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടാ, ഒന്ന് ഓടിച്ചു നോക്കാമേ. സിംഗിൾ പ്ലെയറിൽ പോയിട്ട് ഹൈവേ പോവാം. ഹൈവേണ് ബെസ്റ്റ് ചാറ്റേ, ബെസ്റ്റ്. വണ്ടി ടെസ്റ്റ് ചെയ്താണ് നല്ലത്, നല്ല ലോങ് റോഡല്ലേ. ഓടാ ഇത് മറ്റേ മാനുവൽ എഞ്ചിനടാ. എനിക്ക് അപ്പം ഇത്തിരി മെനക്കേടായിരിക്കും കുണ്ണ. ഇൻറ്റീരിയർ നോക്കട്ടാ. എടാ വണ്ടി എടുത്ത് എങ്ങനെ വണ്ടി എടാ ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്തില്ല. നിൽക്കേ ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്തിട്ട് വരാടാ. വെയിറ്റാക്ക്. മാനുവൽ ഇതാണ്, അപ്പം എനിക്ക് അത്രയ്ക്ക് ഇതാവണില്ല. എന്നാലും നോക്കാം, ചിലപ്പോൾ ഞാൻ അടുത്ത് കളയും. ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്തിട്ട്. ഡൗൺലോഡിങ് ഇൻറ്റീരിയർ അത് ചെയ്തിട്ടുണ്ട്. ഇനി ഹൈവേ ഇറങ്ങാം, ഹൈവേ തന്നെ പോവാം. മാനുവൽ ഇതായതുകൊണ്ട് ഇനി ഇതാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം, സ്പീഡിനനുസരിച്ചൊക്കെ നോക്കാം. ടർബോ കോമറിനെ വെച്ച് തന്നിട്ടുണ്ട്. എടാ ഈ തൊപ്പി പുണ്ണ വെച്ചുകൊണ്ടാണ് ഇത്തിരി ഇങ്ങനെ കാണിക്കണത്. എടാ ഇപ്പം ഇൻറ്റീരിയർ സെറ്റാ ചേട്ടാ. എടാ ഗ്രാഫിക്സ് പോയാ? ഇല്ല അവനെ എടാ ഇൻറ്റീരിയർ കൊള്ളാം കേട്ടാ. ഇൻറ്റീരിയർ അത്യാവശ്യം കുഴപ്പമില്ലടാ ഇൻറ്റീരിയർ. എനിക്ക് എടാ ഈ തൊപ്പി ഞാൻ ഇതൊന്ന് മാറ്റിക്കോട്ടെ. ഈ തൊപ്പി ഇങ്ങനെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഊമ്പാനായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് എനിക്ക് നേരെ വ്യക്തമാവണില്ല. എനിക്ക് ലൊട്ട തൊപ്പി. ക്യാരക്ടർ ഒന്ന് മാറ്റിക്കോട്ടെ. ഒരു കാർ നോക്കാൻ പോലും സമ്മതിക്കില്ല അവൻ്റെ. ലുക്ക് ചേഞ്ച് ആകട്ടെ. ഇവിടെ ഉടുപ്പ് തൊപ്പി എവിടെ? ഇവിടെ എന്ത് അവിടെ മോളിലായിരുന്ന തൊപ്പി. ഇത് സെറ്റ്. ചെരുപ്പ് വല്ലതും ഉണ്ടായില്ല. അല്ല ചെരുപ്പ് ഇത് കറക്റ്റ് ഇത് കിടന്നോട്ട്. ഇനി പോയി മനസ്സമാനത്തോടെ വണ്ടിയിൽ നോക്കാം. ഇനി വീണ്ടും ഹൈവേ തന്നെ പോകണം. ലൊട്ട എന്തായാലും പോകാൻ പോലോടാവിട്ട്. വന്നിട്ടുണ്ട് ചാറ്റേ, വന്നിട്ടുണ്ടാ. മറ്റേ ഇതാക്കട്ടെ. എടാ 3rd ഗിയർ ഇടാം. ഇൻറ്റീരിയർ ഇനി നോക്കട്ടെ. ലോക്ക്ഡ്. ഇതെനിക്ക് മാനിലിട്ട് എനിക്ക് ഓടിച്ച് ശീലമില്ലടാ, കാര്യം പറയല്ലേ. ചെറിയ ഇൻറ്റീരിയർ ഇതാണ് കണ്ടല്ല അവസാനം. ഇതാ കൊള്ളാം, മോശമായിട്ടൊന്നും അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ചോണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണമല്ല. അതിനി ഫസ്റ്റ് ഗിയർ ഇടട്ടെ. പോട്ട് എടാ ഈ കാറ് കൊണ്ട് പോയാലോ ജസ്റ്റ് ഒന്ന്. എന്തായാലും ഞാൻ റാൻ്റെ റൂമിൽ കയറാൻ വേണ്ടി ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം. അത് വേണേൽ ചെയ്യാം. എന്ത് പറയണ ചാറ്റ്, അത് വേണേൽ ചെയ്താലേ. എന്ത് സ്പീഡ്. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇട്ടപ്പോൾ എത്തി കൂടെ സ്പീഡുണ്ട് കേട്ടാ. ശരി ഇനി നിൽക്കാം. 3rd ഗിയർ 3rd ഗിയർ 130. 4th ഗിയർ നോക്കട്ട്. സ്പീഡ് എൻ്റെ ഒരു വ്യത്യാസം വരണുണ്ട് കേട്ടാ. 175
175. അപ്പം ഫിഫ്ത്ത് ഗിയർ എടാ ഫിഫ്ത്ത് ഗിയർ പോട്ട്. എടാ ഈ വണ്ടി ഒന്നെങ്കിൽ എനിക്ക് പ്ലേസ് ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ സബ്സ്ക്രൈബറിന് ഒരു വണ്ടി ഫ്രീക്ക് കൊടുത്തില്ലേ, അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നു. അഥവാ അങ്ങനെ എനിക്ക് ആ സ്ലോട്ട് ഉള്ളതുകൊണ്ട് അയ്യോ അവിടെ ഇടിക്കല്ലേ ലൊട്ട. ആ സ്ലോട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചാൽ. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് അമ്മ ചോദിച്ചു വെച്ചാൽ 1,25,000 രൂപ തരാം, അതല്ലെങ്കിൽ സ്ലോട്ടിൽ വയ്ക്കണമെന്നാണ് പറഞ്ഞത്. എടാ ഈ വണ്ടി കൊണ്ട് റാൻ്റെ റൂമിൽ ഒന്ന് കയറി നോക്കാം. ഈ വണ്ടിക്കൊരു 3 ലക്ഷത്തിന് ഇടാം, മനസ്സിലായില്ലേ? ഈ വണ്ടി ഒരു 3 വണ്ടിയാണെന്ന് നോക്കട്ടെ. വണ്ടിക്ക് വേറെ ഒരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഞാൻ ഒന്നും ഇതിനകത്ത് വച്ചിട്ടില്ല. എൻ്റെ 1 രൂപ ഈ വണ്ടിക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ചിലവാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ ചേട്ടാ? കാര്യം കത്തിയല്ല. അപ്പോൾ ഇത് റെഡ് ഫോക്സിൻ്റെ 357 km/h. എന്തൊരു 6 ഗിയറിന് സ്പീഡൊന്നുമില്ല. ഇത് ഭയങ്കര സ്പീഡുള്ള വണ്ടിയൊന്നും ആയിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ ചേട്ടാ, കാര്യം പറയാല്ല. അത് ഞാൻ ഈ മാനുവൽ ഗിയറിട്ട് ഉള്ള വണ്ടി ഓടിച്ചിട്ടില്ല, അതുകൊണ്ടാണല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ വണ്ടിയുടെ കാര്യം വല്ല രീതി കത്തണം. ഈ ഡോറ് തുറന്നെങ്കിൽ നോക്കട്ടെ. ഡോറ് തുറക്കണം എങ്ങനെയാണ്? അല്ലല്ല, ഡോറ് തുറന്ന് കൈ വെച്ച് തുറന്നിറങ്ങണം ആ രീതിയിലുള്ള അല്ലടാ ചേട്ടേ, ഇങ്ങനെയാണ്. നോക്കട്ടെ. എടാ ചാറ്റേ, ഞാൻ ഈ വണ്ടി ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലേ, വ്യക്തമായിട്ട് ഇത് കാണിച്ചു തരാം. വേണ്ട, ഈ വണ്ടിയിൽ ഞാൻ ഒരു ഇടി പോലും ഇടിച്ചിട്ടില്ല. ഈ വണ്ടി ഒരു ചെറിയ തട്ട് പോലും ഈ വണ്ടി തട്ടിയിട്ടില്ല. പുതുപുത്തൻ വണ്ടി ഫ്രീക്ക് എനിക്ക് 1 രൂപ ചിലവാക്കാതെ കിട്ടിയ വണ്ടിയാണ്, മനസ്സിലായല്ല? ഈ വണ്ടിക്ക് കണ്ട എല്ലാം സെറ്റാണ്. എൻജിൻ ഓക്കെയാണ്, മറ്റേ ടർബോ ചാർജർ എല്ലാം സെറ്റാണ്. പുതുതായിട്ട് കിട്ടിയ വണ്ടി. ഈ വണ്ടി എനിക്ക് ഞാൻ ഇത് മറ്റേ റാൻഡ് റൂം ഈ വണ്ടിയും കൊണ്ട് കയറാൻ പോവുകയാണ്. എൻ്റെ അടുത്ത് ഒമാർ ആദ്യം ഈ ഗെയിമേഴ്സ് പറഞ്ഞു വെച്ചാൽ 1,25,000 രൂപയ്ക്ക് എനിക്കിത് തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ 3 ലക്ഷത്തിനാണ് അവിടെ ലേലത്തിന് വയ്ക്കാൻ പോണം. റാൻ്റെ റൂമിൽ പറഞ്ഞവന്മാർ എന്തായാലും ഈ വണ്ടി എടുക്കൂലെന്ന് പോയി നോക്കാം. എന്തായാലും ഇപ്പോൾ ഇറങ്ങാം, റാൻ്റെ റൂമിൽ കയറാം. 3 ലക്ഷത്തിനാണ് ഈ വണ്ടി വയ്ക്കാൻ പോണം. കിട്ടിയ ചാറ്റേ എടാ എങ്ക് ഞാൻ നോക്കിക്കോ, യഥാർത്ഥ ബിസിനസ്സുകാരനായി ഞാൻ മാറും. കാര്യം പറയാല, റാൻ്റെ റൂമിൽ കയറട്ടെ. അതെൻ്റെ പോന്നു എനിക്ക് എങ്കിൽ ഡബിൾ ആയിരിക്കണം. കാര്യം പറയാല്ലേ, 1 രൂപ ചിലവാക്കാതെ 3 ലക്ഷം രൂപ കയ്യിൽ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അത് ആലോചിക്കുകയാണ് അത് എത്ര ഇതായിരിക്കുമെന്ന്. കാര്യം പറയാല്ല. എന്തായാലും റൂമിൽ കയറാം. ചെറിയ യഥാർത്ഥ ബിസിനസ്സുകാരനായി മാറാൻ പോകണം. ചെറിയ കാര്യം പറയാല്ല. ഇപ്പം ഇംഗ്ലീഷിലായിട്ടേക്കണം. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ എൻ്റെ ബ്രിട്ടൻ ഇതാണെന്ന് തോന്നുന്നത്. ഇത് 677 പേര് ഓൺലൈൻ ഉണ്ട്. റാൻഡ് റൂമിലാണ് ഞാൻ കയറാൻ പോണം. എനിക്ക് അറിഞ്ഞ ഏത് കയറി പോകുന്നു, അവിടെ പോകും. ബിസിനസ് ഇത് 3 ലക്ഷം രൂപയ്ക്ക് കയറിടാൻ പോകണം. ചെറിയ ഞാൻ യഥാർത്ഥ ബിസിനസ്സുകാരനായി മാറാൻ പോകണം. ചെറിയ കാര്യം പറയാല്ലേ, ഇത് എന്ത് എൻ്റെ പൊന്നോ. എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു വണ്ടി കൊണ്ട് ഇങ്ങനെ വിൽക്കണം, ലേലം വിളിക്കണം, അവരോട് ഇറങ്ങി പോയിട്ടില്ല. ഇത് ഡബിൾ ആയിരിക്കും ചേട്ടാ, സീരിയസ്ലി ചേട്ടാ. നോക്കാമേ. ബ്രോ വൂ വാണ്ട് മൈ കാർ ഫോർ 10M മീ. എത്ര പേരെ ഉണ്ട്? 18 പേരുണ്ട്. ഇതൊന്നും ആരാ? എന്തിന് മിസ്റ്റർ റയ്യാന എന്തരാ ഇറേസർ. എന്തായാലും കയറാം. ഇവിടെയാണ് കാർ സെല്ലിങ്ങിൻ്റെ ബെസ്റ്റ് ആണ്. ഇവിടെ കയറാം. 3 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇടാം. ഇത് 4th ഗിയർ ഇട്ടിറങ്ങാം. വണ്ടി തട്ടാതെ കൊണ്ടുപോകണം. അപ്പോൾ ഫസ്റ്റ് കയറിപ്പോ, അതാണ് നല്ലത്. ഫസ്റ്റ് കയറിപ്പോ. റിവേഴ്സ് എടുക്കണമല്ലേ. വണ്ടി ഓടിച്ച് പോവാൻ ഇത്തിരി കാര്യം പറയാല്ലേ. എനിക്ക് മാനുവലുള്ള വണ്ടിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ ഒരു ട്രേഡ് കൊടുക്കാൻ പോണു ചാറ്റേ. എടാ നിനക്ക് മനസ്സിലാവട്ടെ എൻ്റെ സന്തോഷം. കാര്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ പരിപാടിക്ക് ഇറങ്ങിയിട്ടില്ല. ഇത് 3 ലക്ഷം രൂപയ്ക്ക് എവിടെയെങ്കിലും വാങ്ങണം ചേട്ടേ. എടാ ഇടിക്കല്ലേ മറ്റേ വണ്ടി ഒരു തട്ട് പോലും തട്ടാതെ കൊണ്ട് ചെല്ലണം, അതിലാണ് കാര്യം. എടാ പൊലയാടി ഗ്രാഫിക്സ് അവൻ്റെ അച്ഛനില്ലാത്ത സ്വഭാവൻ്റെ അടുത്ത് കാണിക്കണം കേട്ടോ. ലാഗ് അടിപ്പിക്കണം മൈരാണ്ടി മോനെ. എടാ ഈ അച്ഛനില്ലാത്തവനെ വണ്ടി, എൻ്റെ അച്ഛൻ്റെ വണ്ടി. ശരി, ഇത് എന്ത് ഡബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇത് വിൽക്കാൻ പറ്റില്ല. ആദ്യം നോക്കട്ടെ. ഇത് വിൽക്കാൻ പറ്റില്ല നോക്കട്ടെ. ചെറിയൊരു ലാഗ് അടിക്കണുണ്ടോ. ഞാൻ റാൻ്റെ റൂമിൽ കയറിയിട്ടുണ്ട്.
വണ്ടി ലോക്ക് ചെയ്തിട്ടില്ല, അത് മതി, അവനൊക്കെ എടുത്തുകൊണ്ട് പോകും. അത് ഈ വണ്ടി വല്ല സെയിൽ അല്ല, വണ്ടി ഏതൊക്കെ കൊണ്ടുവന്ന് പോയി നോക്കട്ട്, അതിനുശേഷം സെയിൽ ചെയ്യടാം, മനസ്സിലായില്ലേ? ഞാൻ അവിടെ ഉള്ള വണ്ടി ആദ്യം പോയി കാണിട്ട്. ഓ ഇവന്മാരെ കൊണ്ടുവന്ന വണ്ടി എന്ന് വെച്ചാൽ കണ്ടല്ലേ ഏതൊക്കെ തരുവാണെന്ന്. 5 ഇത്ര 1 10 100 1000 14 ലക്ഷം 10 ലക്ഷം 50 ലക്ഷത്തിന് ഈ വണ്ടിയാടാ ചാറ്റ്. അവിടെ ഈ വണ്ടി എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മറ്റേ 500 കോയിൻ ഞാൻ വാങ്ങിച്ച വണ്ടിയാണ്. അതിലവൻ കുറച്ച് വർക്ക് ചെയ്തിട്ട് 50 ലക്ഷം ചോദിച്ചാൽ അത് വലിയ കുണ്ണത്തരമാണ്, കാര്യം പറയാല്ലേ. അതൊന്നും എന്തായാലും നടക്കില്ല. മാറിയിട്ട് കയ്യാനിറയർ തട്ടിയമായി രൂമ്പും. അവിടെ ഇതെന്തൊരു വണ്ടിയാടാ, തിളങ്ങണ ഗോൾഡാടാ. ശരി, ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു കൊതിയൊന്നും വേടാ ഈ വണ്ടി കണ്ടപ്പം. എടാ എനിക്ക് വണ്ടി വേണം ബ്രോ, ലുക്കി ഫോർ. എടാ എനിക്ക് വണ്ടി വേണം ബ്രോ. എടാ ഇവൻ്റെ അടുത്ത് സംസാരിക്കണം, ഞാൻ അവൻ്റെ പേരെന്തിനാണ്? കാർ ലോക്കഡ് ബ്രോ, ഐ നീഡ് ദിസ് വണ്ടി ബ്രോ. എടാ ഇവൻ കാർ ഇങ്ങനെ കയറാൻ. എടാ ഇവൻ്റെ കാർ എന്താ അത്? എടാ ഇവൻ്റെ കാറ് അതിൻ്റെ അഹം കണ്ട് എന്തൊരു ചുവന്ന് തിളങ്ങണം അതിൻ്റെ അഹം. എടാ എനിക്ക് ഈ വണ്ടി വേണം. എടാ ഇവൻ്റെ ഇത് എൻ്റെ ഫുള്ള് പൈസ എടുത്ത് കൊടുത്താലും ഞാൻ ഇത് വാങ്ങിക്കാൻ തോന്നുന്നു എനിക്ക്, സത്യം പറയല്ലേ. ദീപാവലി സാധനമൊക്കെ അതൊക്കെ ഇപ്പം വിൽക്കാൻ കൊണ്ട് വെച്ചേക്കണം തുടങ്ങുന്നത്. വേണ്ട, ഞങ്ങൾ കാണുന്നുണ്ടല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനില്ലാത്ത ലാഗ് എൻ്റെ അടുത്ത് ലൊട്ടത്തരം കാണിക്കുന്നു. ആ വണ്ടി എനിക്ക് ആ വണ്ടി ആക്കും. എനിക്കൊന്ന് പോയി ചുമ്മാ അടുത്ത് സംസാരിക്കുമ്പോൾ ഏതാണെന്ന് പേരറിഞ്ഞൂടാ, അതാണ് ഞാൻ. ഇത് ഫുള്ള് ശബ്ദമാണ് ഇവിടെ. അപരാധിലാകട ചാറ്റ്, അപരാധിലാകെ. 20 ലക്ഷമോ? 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി. 2 കോടിയാ പൊലയാടി, 2 കോടിയാ. എടാ അവൻ്റെ ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ വണ്ടി എന്നെ ഇമ്പ്രസ്ഡ് ആക്കി ചാറ്റേ. ഈ വണ്ടി എനിക്കൊന്ന് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ വണ്ടി ഞാൻ എനിക്ക് ആദ്യം എൻ്റെ വണ്ടി ഞാൻ ട്രെയിൻ ഇടും കേട്ടോ. അതാണ് ചെയ്യും, നമ്മൾ വന്ന പണി ആദ്യം ചെയ്യുക, അതിന് ശേഷം ബാക്കി ചാറ്റ്. വന്ന പണി ചെയ്യാം, അത് എൻ്റെ വണ്ടി ഒന്ന് കറിയോട്ടെ. ഇവനാണത്. ആ വണ്ടി അവൻ ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ, എന്തോ ചാറ്റ്. തൽക്കാലം എൻ്റെ വണ്ടി കയറാം. ഞാൻ ഇതൊരു 3 ലക്ഷത്തിന് ഇടാൻ പോവാണ്. ആരെങ്കിലും വാങ്ങുമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ ചേട്ടേ, അതെനിക്കറിഞ്ഞു. ഇത് ഒന്നും ഇല്ലല്ല, ഫ്രീ കിട്ടിയല്ലേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത്. വണ്ടി കാർ മോഡലൊന്നും വേണ്ട. പ്രൈസ് 1 10 100 1000 10000 ലക്ഷം. ഒന്ന് നോക്കട്ടെ. 1 10 100 1000 10000 ലക്ഷം. 3 ലക്ഷത്തിന് ഇട്ടിട്ടുണ്ട്. ചില 3 ലക്ഷം രൂപ ഈ വണ്ടിക്കുള്ള ഞാൻ ഇട്ടിട്ടുണ്ട്. ഫ്രീക്ക് കിട്ടിയ കാരണം വാങ്ങിക്കില്ല വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അറിഞ്ഞൂടാ, പറയത്തില്ല. ചിലപ്പോൾ ഇനി ആരെങ്കിലും ഒന്ന് തോന്നി ഇഷ്ടപ്പെട്ടാലേ നോക്കട്ടെ, പറയത്തില്ല. എന്തായാലും ഇവിടെ ഇട്ടേക്കാം. അപ്പോഴത്തേക്ക് ബാക്കി കാറുകൾ നോക്കാം. സെയിൽ നടക്കൂല വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചില ഫസ്റ്റ് ടൈമല്ല, ഇത് തുടക്കമാണ്, മനസ്സിലായില്ലേ? നമ്മളൊരു സെയിലിലോട്ട് തുടക്കം ഇറങ്ങുമ്പം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം, ഇങ്ങനെയാണ് പഠിക്കാം, മനസ്സിലായില്ലേ? ഇങ്ങനെ പഠിക്കുമല്ലോ, മനസ്സിലായി. ആദ്യമേ 1ാം ക്ലാസ് കയറി, പിന്നെ ഉടനെ 10ലല്ലേ പോകണം, 2 3 അങ്ങനെയല്ലേ പോകണം. അത് തന്നെ സമയം എടുക്കും അതിരെ, അതുകൊണ്ട് പതിയെ പറ്റൂ. ഇതേത് വണ്ടി? 15 ലക്ഷമോ? അല്ല, ഇത് 1.5 കോടിയാ. എന്തിന് എന്നങ്ങോട്ട് പോട്ടെ. ഇതെന്തി കുണ്ണാടെ ചിരിച്ചോണ്ടിരിക്കണം. ശരി, ഇതെനിക്ക് നോക്കട്ടെ. എനി ഡ്രൈവർ ഫോർ ദിസ് 6 കണ്ടില്ല, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. എനിവൺ വാണ്ട് ദിസ് ഞാൻ ചോദിക്കട്ടെ. എനിവൺ വാണ്ട് ദിസ് വണ്ടി ഞാൻ ചോദിക്കട്ടെ. ഇംഗ്ലീഷ് ആരന്മാരുണ്ടോ? അതാണ്. അല്ല ചോദിക്കണ്ട, മാതിരി ചോദിച്ചിട്ട് എന്തിനൊക്കെ അവരോടെ ഇത് ചാറ്റും ലൊട്ടയില്. ഓ ഇത് നോക്കട്ടെ. ഇത് മറ്റേ ഇത് കുഴപ്പമില്ല, കണ്ട ഇത് കൊള്ളാം കേട്ടോ. കുറച്ച് ഇതിൻ്റെ അങ്ങാട്ട് ഇങ്ങനെ പരസ്പരം സംസാരിക്കണം എങ്ങനെയാണ്, അതാണ് എനിക്കൊന്ന് പഠിക്കാൻ. ഇതിനകത്ത് ഇത് നമ്മൾ ഗ്രൂപ്പ് ചാറ്റില്ല, ഇതിൻ്റെ നമ്മൾ ഒരാളായിട്ട് അങ്ങനെ പ്രത്യേക ഒരാളുമായിട്ട് ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കണം. അങ്ങനെ
എടാ കൊണ്ട് എനിക്ക് കാരണം ഓക്കേടാ ഉണ്ണെ അങ്ങനെ സംസാരിക്കണം ഞാൻ ഇതിൻ്റെ അകത്ത്. ആ അച്ചു ഹിയറാ മലയാളി ഉണ്ടാ? അച്ചു വേറെ അറിയടാ, വേറെ അറിയും ഇംഗ്ലീഷ്. ശരി ഇന്നലെ ഇത് ഇന്നലെ അല്ലല്ല വേറെ തരത്തി. എടാ 3 ലക്ഷം രൂപയ്ക്ക് കാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. എവനെങ്കിലും വാങ്ങുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. വാങ്ങിയ അതെനിക്ക് ഭയങ്കര ലാഭമാണ്, പക്ഷേ വാങ്ങാൻ സാധ്യത വളരെ കുറവാണ് ചേട്ടാ. 100% ഞാൻ പറയാം വളരെ കുറവാണ്. എന്നാൽ നോക്കാം പറയത്തില്ലല്ല. ഒരു ട്രേഡിന് വന്നേക്കണം. ആദ്യം ഒരു കാർ സെല്ലിങ്ങിന് വന്നേക്കുവാണ്. അവരാതി ഇവിടെ എൻ്റെ കാർ സെല്ല് ചെയ്തിട്ടേക്കണം കണ്ടാ. നിനക്ക് അതിൻ്റെ കുണ്ണെ തന്നെ കൊണ്ട് കയറ്റണമല്ലേ, മാറ്റിക്കൊണ്ട് പോ. ഈ കാർ നീ കയറ്റി ബേക്കിലോട്ടിട്ട് കറക്റ്റ് സ്പോട്ടിൽ കൊണ്ടിടാം. ഓക്കെ എഞ്ചിൻ ഓണാക്കിയല്ല. പുണ്ണ എവിടെ സ്ഥലം പിടിച്ചടാ. ഒന്ന് സ്ഥലം കിട്ടിയാൽ അപ്പം വന്ന് വായി എടുത്തോളും അവരാതി. എടാ എൻ്റെ സ്പോട്ട്, എടാ എൻ്റെ എന്ത് 2 പതിയെ പോവും, അതാണ് നല്ലത്. ഇല്ലേ വണ്ടി ചെറിയ തട്ടുകൊല്ലിന് വേണ്ട, അതൊക്കെ വേണ്ടി. എടാ സ്ഥലം ഇല്ലടാ അവിടെ ട്രേഡ് ചെയ്യാൻ. ട്രേഡ് ചെയ്യാൻ സ്ഥലം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എടാ ഇവൻ എടാ പ്ലേസ് പോവും. ഇതെന്തിലൊട്ട എടാ ഈ പുണ്ണ. എടാ ഇവൻ ഇതെന്താണ്? എടാ ഇത് ഈ കാറ് കെട്ടറാ. എടാ ഇത് കണ്ടോടാ, ഇത് കൊള്ളാല്ലേ. ഇതിൻ്റെ മോളി വെച്ചേക്കണ ഈ സാധനം വേണ്ട, അതല്ലാതെ ബാക്കിയെല്ലാം ബാക്കി കൊള്ളാം കേട്ടോ. ഈ വണ്ടി എനിക്ക് അത്യാവശ്യം ഇങ്ങനത്തെ റൂമിൽ കയറുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല കിടില വണ്ടികൾ കാണാൻ പറ്റും. പക്ഷെ അതെല്ലാം അവർ ട്രേഡ് ചെയ്യണമെന്നില്ല, അതാണ്. എടാ ഏതാ അവരാദികൾ ലൈറ്റ് ഉണക്കി വയ്ക്കും അവരെ വണ്ടിയിൽ, അതാണ് എനിക്കിവിടെ ലാഗ് അടിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ശരി, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. എടാ ഇതെന്താണ്? എടാ ഒമാര് വാങ്ങിച്ചാടാ. സോറി ബ്രോ. എടാ ഏടി മോനെ. സോറി ബ്രോ. എടാ ഈ തന്തയില്ലാത്തവൻ. എടാ നീയൊക്കെ എന്ത് എടാ എന്നെ കളിയാക്കുന്നടാ ഇവന്മാരെല്ലാം കൂടെ ഇട്ട് ലൊട്ടാസേ. ഈ അപ്പുറത്തും ഈ അച്ഛനില്ലാത്തവൻ്റെ കോമഡി. ഓക്കെ കിട്ടി പ്രൈസ് കിട്ടി. പ്രൈസ് 1 10 100 1000 10000 ലക്ഷം. 1 10 100 1000 10000 ലക്ഷം. 3 ലക്ഷം. എടാ ഞാൻ പ്രൈസ് ഇട്ടറാ. എടാ പ്രൈസ് ഇട്ട് വരാത്തെന്ത്? എടാ പ്രൈസ് ഇട്ടാനടാ. 1 10 100 1000 10000 ലക്ഷം. സബ്മിറ്റിലോ അതെന്താടാ എൻ്റെ കാർ എങ്ങനെ ഇത് സെല്ലാവാത്ത? ഈ ഓത്ത കാറാണെങ്കിൽ എനിക്ക് ബേക്ക് എടുക്കാനും പറ്റണ്ടേ. ഒറ്റ 10 100 1000 10000 ലക്ഷം.
ഗ്രാഫിക്സ് ഇതിലൊട്ട കാര്യം എന്ന് നിർത്തണം. എന്തിലൊട്ട എടാ എൻ്റെ കാർ എന്തരാ ബഗ് അടിച്ചു വിടാൻ ഇതാവണില്ലടാ. സെയിൽ കൊടുത്തിട്ട് പോണില്ലേ, ഒന്നുകൂടെ ഇറങ്ങിയിട്ട് കയറേണ്ടി വരുവേ. ഇപ്പോൾ പോയാ എടാ ഇത് ബഗ് ആണ്ടാണ്, ചെറിയ ബഗ്ഗുണ്ട് കേട്ടോ. കാര്യം പറയല്ലേ ചേട്ടേ. ഈ കാർ എത്ര രൂപ? 30 ലക്ഷം. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, 3 കോടിയാടാ. എടാ ഇമാര് സത്യം പറഞ്ഞ 3 കോടിയാ. Yo bro, I want R34 for this note. MK. എടാ ഒരുത്ത ഇവിടെ ട്രേഡ് ഇട്ടേക്കും അല്ലേടാ, എടുത്തുകൊണ്ട് പോടാ നിൻ്റെ വണ്ടി. ഞാൻ ചോദിച്ചോക്കാം. Anyone want this car? മിക്കവാറുമാർക്ക് ഇഷ്ടപ്പെടൂലേ കാർ, കാര്യം പറയല്ലേ. ചേട്ടാ ഈ കാർ സെല്ല് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്തിരി പാടുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു കാർ ഒന്നും ചെയ്യാത്തൊരു കാറിന് എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. ഇത് സെല്ല് ചെയ്യണമെങ്കിൽ അത്ര തമാശയൊന്നും ആയിരിക്കൂല. മൂന്ന് ലക്ഷം കൂടുതലല്ല. ഫ്രണ്ട്സ്, പ്ലേയേഴ്സ്, anyone want this car? Choose a chat message. ഓ എടാ ഇവന്മാരൊക്കെ 5 കോടിയുടെ കാറിൻ്റെ അടുത്ത് നിൽക്കുകയും ചെയ്തിട്ട് വാങ്ങൂലടാ. എടാ ഇത് എന്തിലൊട്ടയാണ് നടക്കണേ ഇവിടെ. കാർ ട്രയൽ റിജക്റ്റഡ്, ദ പ്ലെയർ ഗ്രേസ് ഈസ് ഫുൾ. എന്തൊരു എടാ അതിനാര് ഗ്രേസ്? സ്വായ് Bro, you want this car? Bro, you want this car? എടാ എല്ലാവരും നോക്കാനുണ്ട് കേട്ടാ, നോക്കാനുണ്ട്. പക്ഷെ ഒരുത്തിനും വാങ്ങല്ലേ. ഏടാ ഏത് നേരത്തെ ഏത് കൂടെ റിജക്റ്റ് ചെയ്യുന്ന കാണിച്ചാൽ അതെങ്ങനെ അതെനിക്ക് മനസ്സിലായില്ല. അതിന് ഞാൻ അവന് മെസ്സേജ് അയച്ചില്ലല്ലോ. ഓ ഓ എടാ ഇതാണ് ബിസിനസ്. എടാ റെഡ് ഫോക്സ് ബിസിനസ്സുകാരനായേ ചാറ്റെ, ഞാൻ ബിസിനസ്സുകാരനായേ. എടാ നിങ്ങൾ തന്നെ. എടാ ഇതാണ് ചാറ്റെ പരിപാടി. എടാ ഈ ഗെയിം ഉണ്ടല്ല, ഈ എടാ എടാ 1 രൂപ ഒരു കോയിൻ പോലും ഞാൻ ഈ കാറിന് ഇപ്പം നിങ്ങൾ തന്നെ കാണിച്ചു തരാം. ഈ കാറിനുള്ള ഈ നീല കാറിന് അതെ വരാതെ എന്നൊന്നും ഇടിക്കണം. 1 രൂപ കൊടുത്തിട്ടില്ല. 10 മിനിറ്റ് കൊണ്ട് 3 ലക്ഷം രൂപ ഉണ്ടാക്കി. 10 മിനിറ്റ്. ബ്രോ ബിസിനസ് ചാറ്റ്, ബിസിനസ് പ്രോഫിറ്റ് ചാറ്റ്, പ്രോഫിറ്റ്. എടാ ഇതാണ് ഇപ്പം കാണിച്ചു തരാം. കാറ് പോയാലും ഇനി ബാക്ക് അടിച്ചു പറയാമേ, ഇനി കാണിച്ചു തരാമേ. അപ്പം നീയൊക്കെ എന്താടാ ലൊട്ടാളെ വിചാരിച്ച് ഇനി കാറ് വിൽക്കാൻ പറ്റൂലെന്നാ. വിറ്റ് കാണിച്ച് 3 ലക്ഷം രൂപയ്ക്ക് 1 രൂപ ചിലവാക്കില്ലല്ലോ. 1 രൂപ ചിലവാക്കില്ലേ. 73,17,599 രൂപ. എൻ്റെ മെക്ലാറിൻ്റെ അടുത്താണ് ഞാൻ കാറ് കിടന്നത്. കാണിച്ചു തരാമേ. കണ്ട അവിടെ ആ സ്ലോട്ടിൽ കണ്ട കാറില്ല. കണ്ട 20 കാറ്, 19 കാറ് എൻ്റെ ഉള്ളു. നേരത്തെ ആ ഒരു ഒറ്റ സ്ലോട്ടേ ബാക്കിയുള്ളായിരുന്നു. ദിസ് ഈസ് മീ ബ്രോ, ബിസിനസ് കാരൻ ബ്രോ, ബിസിനസ് ഗായ്. റെഡ് ഫോക്സ് ബിസിനസ്സുകാരനായി ചാറ്റ്. എടാ ഇതിനേക്കാളും നോക്കട്ടെ ചാറ്റ്, സീരിയസ്ലി ചാറ്റ്, ഇതിനേക്കാളും ഈസി ബിസിനസ് വേറെ വല്ലതും ഉണ്ടോടാ?